എല്ലാവർക്കും നമസ്കാരം. സ്പെഷ്യൽ അനുഭവങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഞാൻ ഈ അനുഭവം വായിക്കുമ്പം നിങ്ങളും ഈ കുടുംബത്തോടൊത്ത് യാത്ര ചെയ്യുക. അപ്പോൾ ഉണ്ടാകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലും അറിയാത്തൊരു ക്ഷേത്രത്തിൽ അറിയാത്ത രീതിയിൽ ഏതോ നാട്ടിൽ എത്തിയ ഒരു പ്രതീതി ഉണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്വപ്നം കാണുന്നത് പലപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അറിയാത്ത ഏതോ കുന്നിൻപുറത്തുള്ളൊരു ക്ഷേത്രത്തിൽ, അല്ലെങ്കിൽ വയലിൻ്റെ നടുവിലുള്ളൊരു ക്ഷേത്രത്തിൽ നമ്മളങ്ങനെ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. നല്ല സുഖമുള്ള അനുഭവം തന്നെയായിരുന്നു. നല്ല ഫീലുണ്ട്. നമസ്കാരം ശ്രീകാന്ത് സാർ. ഞാൻ വടുതലയിൽ നിന്നും സുമയാണേ. പൊന്നു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും അനുഭവവും എനിക്കുണ്ടായിട്ടുണ്ട്. അതിൽ ഈ അടുത്ത ദിവസങ്ങളിൽ എനിക്കുണ്ടായിട്ടുള്ള അനുഭവം പറയാം. എല്ലാവരും പറയുന്നത് പോലെ ശ്രീകാന്ത് സാറിൻ്റെ ശൈലിയിൽ അത് വായിച്ചു കേൾക്കാൻ ഒരു സുഖമുണ്ട്. ഇനി കാര്യത്തിലേക്ക് കടക്കാം. 5/1/26 ഞാനും എൻ്റെ ഭർത്താവും മകനും ഒന്നിച്ച് ചെറായിലെ ഒരു ജ്യോത്സ്യന്റെ അടുത്ത് പോയി. ഞങ്ങൾക്കൊരു വീട് വേണം. അതിന് എനിക്ക് ആലുവയിൽ കുറച്ച് സ്ഥലമുണ്ട്. പക്ഷെ അവിടെ വീട് വെക്കാൻ എനിക്ക് ഇഷ്ടമില്ല. പക്ഷേ സാമ്പത്തികം അനുവദിക്കാത്തതുകൊണ്ട് ഹസ്ബൻഡ് പറഞ്ഞു, വീട് അവിടെ തന്നെ വെക്കാം, നീ താനെ ഇഷ്ടപ്പെട്ടുകൊള്ളും. മനസ്സില്ലാ മനസ്സോടെ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ഞാൻ എൻ്റെ കണ്ണനോട് പറഞ്ഞു, ആ ജ്യോത്സ്യൻ പറയുന്നത് ഭഗവാന്റെ വാക്കായി ഞാൻ എടുക്കും. എനിക്ക് നല്ലത് വരുത്തണേ എന്ന്. അത് മതിയെങ്കിൽ എനിക്കൊരു അനുഭവം തരണം. അങ്ങനെ ഞങ്ങൾ ജ്യോത്സ്യനെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, വീട് വെക്കാൻ നല്ല സമയമാണ്, എന്ത് വിചാരിച്ചാലും നടക്കും. ഹസ്ബൻഡിനും മകനും വളരെ നല്ല സമയമാണ്, നിങ്ങൾ മുന്നോട്ട് പോവുക. അങ്ങനെ അവിടെ നിന്നും ഞങ്ങൾ ഇറങ്ങിട്ടോ. മോൻ ആദ്യം കാറിനടുത്തേക്ക് പോയി. ഞങ്ങൾ രണ്ടുപേരും പുറകെ എത്തുന്നതേ ഉണ്ടായുള്ളൂ. ഞങ്ങൾ വരുമ്പോണ്ട് മോൻ ഒരു അമ്മൂമ്മയെ കാറിൽ കയറ്റി ഇരുത്തിയിരിക്കുന്നു. ഞങ്ങൾ ചോദിച്ചു, ആരാ ഈ അമ്മൂമ്മ? ഈ അമ്മൂമ്മയ്ക്ക് ഇവിടെ അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ പോകണം, അവിടെ ഉത്സവമാണ്, അവിടേക്ക് നടന്നു പോകാൻ വയ്യ, കുറേ ദൂരമുണ്ട്, കയ്യിലാകെ 10 രൂപയേ ഉള്ളൂ. മോനോട് അമ്മൂമ്മ പറഞ്ഞു, ഞാൻ കാശൊന്നും തരില്ല, എന്നെ അവിടെ ഒന്ന് കൊണ്ടുവിടാമോ എന്ന്. അതാണ് അവൻ കാറിൽ കയറ്റിയിരുത്തിയത്. അങ്ങനെ ഞങ്ങൾ അമ്പലം കണ്ടുപിടിക്കാൻ പുറപ്പെട്ടു. കുറച്ച് വഴിതെറ്റിയെങ്കിലും അമ്പലം കണ്ടെത്തി. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് സപ്താഹം അവസാന ദിവസമാണ്. അവിടെ ചെന്നപ്പോൾ അമ്മൂമ്മയ്ക്ക് സന്തോഷമായി. അമ്മൂമ്മ ഞങ്ങളോട് പറഞ്ഞു, വാ, സദ്യയൊക്കെയുണ്ട്, കഴിച്ചിട്ട് പോകാം. ഞങ്ങളും അവിടെ ഇറങ്ങി. ഇതിനിടയിൽ അമ്മൂമ്മയുടെ വിശേഷങ്ങൾ കുറച്ചൊക്കെ ഞങ്ങൾ ചോദിച്ചറിഞ്ഞു. വളരെ ദുരിതം പിടിച്ച ജീവിതമാണ്. ഞാൻ 100 രൂപ കൊടുത്തുട്ടോ. തിരികെ പോരുമ്പോൾ ഓട്ടോയിൽ വരട്ടെ എന്ന് കരുതി. ഞങ്ങൾ അമ്പലത്തിലിറങ്ങി. അവിടുത്തെ എല്ലാ പ്രാർത്ഥനകളിലും ചടങ്ങുകളിലും ഒക്കെ പങ്കെടുത്തു. അപ്പോൾ ആ സ്റ്റേജിൽ നിന്ന് ഒരാൾ വിളിച്ചു പറയുകയാണ്, കൂപ്പൺ ഇടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ഇടണമെന്ന്. എന്തിനുള്ള കൂപ്പണാണ് എന്ന് അന്വേഷിച്ചപ്പോഴാണ്, സപ്താഹത്തിന് 9 കൃഷ്ണവിഗ്രഹം അവിടെ വെച്ചിട്ടുണ്ട്, അത് 100 രൂപ കൊടുത്ത് കൂപ്പണാക്കി ഇട്ടാൽ നറുക്ക് വീഴുന്നവർക്ക് ഓരോ കൃഷ്ണന്മാരെ കൊടുക്കും. ഞങ്ങൾ വേഗം പോയി 4 കൂപ്പൺ എഴുതിയിട്ടു. അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. കൂപ്പൺ എടുക്കുവാൻ കുറേ കുട്ടികളെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി. കുട്ടികൾ ഓരോരുത്തരായി കൂപ്പൺ എടുത്തു. 8ാമത്തെ കൂപ്പൺ എൻ്റെ മകൻ്റെ പേരിൽ വന്നു. ഞങ്ങൾ സത്യത്തിൽ ഞെട്ടിപ്പോയി. അവിടുത്തെ ആളുകൾക്കും ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ ഒരു സംശയം, നന്നായിട്ട് കുലുക്കിയിട്ടല്ലേ എടുത്തത്, ഇവരൊക്കെ ഇപ്പോൾ എഴുതിയിട്ട ആളുകളാണല്ലോ, അവർക്ക് കിട്ടിയല്ലോ എന്നൊക്കെ. കൂപ്പൺ എഴുതിയ ആളുകൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് കണ്ണനെ കിട്ടിയല്ലേ എന്ന്. ഞാൻ പറഞ്ഞു, ഞങ്ങളെ ഏതോ വഴിക്ക് പോകേണ്ടതാണ്, ഞങ്ങളെ ഒരു അമ്മൂമ്മ കൂട്ടിക്കൊണ്ടു വന്നതാണ് എന്ന്. പിന്നീട് ഞങ്ങൾ അമ്മൂമ്മയെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. അമ്മൂമ്മയോട് കണ്ണനെ കിട്ടിയ കാര്യമൊന്നൊക്കെ പറഞ്ഞു കേട്ടോ. അമ്മൂമ്മ അപ്പോഴേക്കും ഭക്ഷണം കഴിച്ചിരുന്നു. മകനുള്ള ചോറും പാക്കറ്റിലാക്കി വെച്ചിട്ട് അവിടുത്തെ തിരുമേനിയെ ഒന്ന് കണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഭക്ഷണം കഴിച്ചു വന്നിട്ട് അമ്മൂമ്മയെ ഞങ്ങൾ കയറ്റിയ സ്ഥലത്ത് തന്നെ കൊണ്ടാക്കി തരാം, പോകരുതെന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി. തിരിച്ചു വന്നപ്പോൾ അമ്മൂമ്മയല്ല. കുറേ നേരം തിരഞ്ഞു, അവിടെയെല്ലാം അന്വേഷിച്ചു. അവസാനം ഞങ്ങൾ പോവാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മൂമ്മ ഓട്ടോയിൽ പോയിട്ടുണ്ടാവും, ഞാൻ കൊടുത്ത 100 രൂപ കയ്യിലുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ആ 100 രൂപ ആ തിരുമേനിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു, അത് ഞാൻ കണ്ടു എന്ന്. എന്തായാലും ഞങ്ങൾ തിരിച്ചു പോന്നു. ഞങ്ങൾ കുറച്ച് ദൂരം ചെന്നപ്പോൾ ആ അമ്മൂമ്മ നടന്നു പോകുന്നത് കണ്ടു. ഞങ്ങൾ വേഗം വണ്ടി നിർത്തി അമ്മൂമ്മയെ കയറ്റി. അപ്പോഴേക്കും വെയിലൊക്കെ കൊണ്ട് അമ്മൂമ്മ അവശയായിരുന്നു. അമ്മൂമ്മയെ ഞാൻ കണ്ണനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ആ അമ്മൂമ്മയ്ക്ക് വളരെ സങ്കടം. കണ്ണനോട് പറയുകയാണ്, കണ്ണാ, എത്ര നാളായി ഞാൻ വിളിക്കുന്നു, ഇതുവരെ നീ എൻ്റെ കൂടെ വന്നില്ലല്ലോ, നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാമെന്ന്. സത്യത്തിൽ ഞാൻ വിചാരിച്ചു കണ്ണനെ അമ്മൂമ്മ കൊണ്ടുപോകുമെന്ന്. ഞങ്ങൾ അമ്മൂമ്മയെ വീട് വരെ കൊണ്ടുവിട്ടുട്ടോ. കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ അമ്മൂമ്മയ്ക്ക് 500 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, ഈ രൂപ കൊണ്ട് ഇതുപോലൊരു കണ്ണനെ അമ്മൂമ്മ വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അമ്മൂമ്മയ്ക്ക് വളരെ സന്തോഷമായി. അമ്മൂമ്മ എന്നോട് പറഞ്ഞു, മോൾക്ക് നല്ലത് വരട്ടെ, നല്ല മോളാണെന്നൊക്കെ
അവരൊക്കെ പറഞ്ഞു ട്ടോ. ഞങ്ങൾക്ക് അതുവരെ സംഭവിച്ചതെല്ലാം ഈ ജീവിതത്തിൽ മറക്കാൻ സാധിക്കാത്ത കാര്യങ്ങളാണ്. ആ ക്ഷേത്രത്തിലുള്ളവര് ഞങ്ങളെയും ആ ക്ഷേത്രം ഞങ്ങളും ആദ്യമായിട്ട് കാണുകയാണ്. മേടം 10-ന് അവിടെ ഉത്സവമാണെന്നും നിങ്ങൾ വരണമെന്നൊക്കെ അവര് പറഞ്ഞു. എന്തായാലും കണ്ണനെ കാണാൻ അതിനു മുമ്പ് തന്നെ പോകാമെന്ന് ഞങ്ങളും കരുതുന്നു. നീണ്ടുപോയെങ്കില് ചുരുക്കി പറയാട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തോന്നുന്നു ഇത് കേട്ടിട്ട്? ഏതോ നാട്ടിലെ ഒരു ക്ഷേത്രത്തില് നിങ്ങള് അമ്മൂമ്മയുടെ കൂടെ സഞ്ചരിച്ചു ല്ലേ? ഞാനും ഉണ്ടായിരുന്നു ട്ടോ. അമ്മൂമ്മയുടെ കൂടെ ആ ക്ഷേത്രത്തിലേക്ക് പോകുമ്പം ആ സപ്താഹം നടക്കുന്ന വേദിയും അവര് വണ്ടിയിൽ വന്നിറങ്ങുന്നതും അമ്മൂമ്മ പോകുന്നതും നറുക്കെടുക്കാൻ പോകുന്നതും ഒക്കെ ഒരു സിനിമ മാതിരി എഴുതി അയച്ചു തന്നിട്ടുണ്ട്. എന്തൊരു സുഖമുള്ള അനുഭവമായിരുന്നു ല്ലേ? അങ്ങനെ ഉത്സവമൊക്കെ കഴിഞ്ഞാലേ നമ്മൾക്കൊക്കെ ഉച്ചയ്ക്കൊക്കെ ഉത്സവമൊക്കെ കഴിഞ്ഞ് വളരെ ക്ഷീണിച്ച് വീട്ടിലേക്ക് പോകില്ലേ? എന്തിനാന്ന് വെച്ചാൽ വൈകുന്നേരം വീണ്ടും ചടങ്ങുകൾക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അതേമാതിരി അമ്മൂമ്മ പോകുന്ന ആ ക്ഷീണം എനിക്കും ഫീൽ ചെയ്തു. അമ്മൂമ്മയെ തിരിച്ച് കാറിൽ വീട്ടിൽ കൊണ്ടുവിട്ടു, പൈസ കൊടുത്തു. എന്തൊരു സുഖമുള്ള അനുഭവമാണ്. ഇതൊക്കെ കേൾക്കാനും പറയാനും ഒക്കെ ഭാഗ്യം വേണമല്ലേ? നമ്മൾക്കൊക്കെ അതുണ്ട് ട്ടോ. ഇത് കേൾക്കുന്നവർക്കൊക്കെ അതുണ്ട്. സത്യമാണ്. അതുകൊണ്ടല്ലേ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യം മാത്രമല്ലേ നമ്മൾ പറയാറുള്ളൂ. എന്തെല്ലാം കാര്യങ്ങളുണ്ട് പറയാൻ. അതിൻ്റെ കൂട്ടത്തിലെ അനുഭവങ്ങളും കൂടെ പറയുമ്പോൾ എന്തൊരു സുഖമാണ്. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് വരേണ്ടവർക്ക് വരാം. ജോയിൻ ബട്ടണിലൂടെ വരണം. കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട് ഗ്രൂപ്പിലും കാര്യങ്ങളൊക്കെ. പിന്നെ വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ഫേസ്ബുക്കിൽ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഹരേ കൃഷ്ണ.